നമസ്കാരം. ഇനി അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. സംശയം ഇന്നത്തോടെ തീരണം. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സെയിലിംഗ് കമന്ററി 500 എപ്പിസോഡ് കഴിഞ്ഞു. ഇപ്പോഴും സെയിലിംഗ് കമന്ററിയുടെ നയം പിടികിട്ടാത്ത ചിലരുണ്ട്. അതിലൊരാളാണ് സതീഷ് കുമാർ. അദ്ദേഹം എഴുതുന്നു, ഹി നീഡ് ഓൺലി TRV ടു ഡെവലപ്പ്. ആസ്ക് യുവർ MP ഗ്ലോബൽ സിറ്റിസൺ. ഗ്ലോബൽ സിറ്റിസണും ഇവിടുത്തെ 14 MLA കൊണ്ടും ഒരു പ്രയോജനവുമില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യജ്ഞം ആരംഭിച്ചത്. സെയിലിംഗ് കമന്ററി മാത്രമല്ല, വിഴിഞ്ഞത്തിന് വേണ്ടി, തുറമുഖത്തിന് വേണ്ടി 30 വർഷം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ കാൽ കാശിന്റെ പ്രയോജനം ഈ നാട്ടിൽ ചെയ്യുന്നില്ല എന്ന് വളരെ പഴയ കാലം മുതൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇവിടെ MP കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ചൊന്നും ഞങ്ങളൊന്നും കമന്റ് ചെയ്യുന്നില്ല. ഡി ഫാക്ടോ ഡി ജൂറെ എന്ന് പറയും. നിയമപരമായി അവരാണ് MPയും MLA ഒക്കെ. പക്ഷേ ഈ നാടിന്റെ വികസനം, തലസ്ഥാനത്തിന്റെ വികസനം ഡ്രൈവ് ചെയ്യുന്നത് സാധാരണക്കാരാണ്, സാധാരണ ജനങ്ങളാണ്, സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരെ പോലെ ഉള്ളവരാണ്. അത് തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മാത്രമല്ല, കേരളം മുഴുവനുമുണ്ട്, ഇന്ത്യക്കകത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട്, എല്ലാ ജില്ലക്കാരുമുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നാണ് തലസ്ഥാനത്തിന്റെ വികസനം ഡ്രൈവ് ചെയ്യുന്നത്. കാരണം തലസ്ഥാനത്തിന്റെ ഈ വികസനം, അതിലൂടെ മാത്രമേ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനം പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നൽകാം. അതുകൊണ്ട് ഹി നീഡ്സ് ഓൺലി ട്രിവാൻഡ്രം ടു ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ 101% അത് ശരിയാണ്. അതിനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആവർത്തിച്ചു പറയുന്നു, തലസ്ഥാനത്തിന്റെ വികസനം രാഷ്ട്രീയ നേതൃത്വം നടപ്പാക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ കൂട്ടായ്മ ഉണർന്ന് 365 ദിവസവും ജാഗരൂകരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരുപാട് തിരിച്ചടികൾ തലസ്ഥാനം നേരിടുന്നുണ്ട്. അങ്ങനെ നേരിട്ട ഒരു തിരിച്ചടിയുടെ ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, സമയദൈർഘ്യം കാരണം, സമയക്കുറവ് കാരണം അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നു. അടുത്ത് തന്നെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു IT പ്രൊഫഷണൽ, ബിനുകുമാർ ആണെന്നും തോന്നുന്നു പേര്, അലയൻസ് കോൺഹില്ലിന്റെ COO. അദ്ദേഹം ചോദിച്ചു, തലസ്ഥാനത്ത് നിന്ന് യൂറോപ്പിലേക്ക് കണക്ടിവിറ്റി എന്തുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്ക് കണക്ടിവിറ്റി ഉണ്ട്, കുറവാണെങ്കിൽ അത് കൂട്ടുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന വിമാനത്താവളത്തെ നശിപ്പിച്ച് മറ്റ് വിമാനത്താവളങ്ങൾക്ക് വളമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ, സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ മാത്രമല്ല, ഇതിനു മുമ്പ് ഇരുന്നവരും കണക്ക് നിരത്താം. 19/11/2012 അറിയാമല്ലോ ആരുടെ കാലമാണെന്ന്? ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ മോഡിയല്ല, കേന്ദ്രത്തിൽ ശ്രീ മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് തലസ്ഥാനത്ത് ഒരു മീറ്റിംഗ് നടന്നു. പങ്കെടുത്തിരിക്കുന്ന ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ പേര് പറഞ്ഞ് അവരെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഡേറ്റ് വെച്ച് ഈ തസ്തികകളിൽ ആരൊക്കെ ഇരുന്നു എന്ന് വേണമെങ്കിൽ പരിശോധിച്ചെടുക്കാം. 19/11/2012 യോഗം. ചെയർമാൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, മെമ്പർ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ഡയറക്ടർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം. ഇത്രയും പേർ ചേർന്ന ഒരു യോഗം, അതിന്റെ പ്രധാനപ്പെട്ട മിനിറ്റ്സിലെ
എല്ലാം എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നു. അവിടെ നടന്ന ചതി, തലസ്ഥാനത്തെ കൊന്നു കുഴിച്ചു മൂടിയതിന്റെ ഒന്നാം തരം ഒരു രേഖയാണ് ഇനി പറയുന്നത്. Joint Secretary Moka, Ministry of Civil Aviation, stated that the purpose of his visit was to discuss possibility of developing Trivandrum as an aviation aeronautic industry hub. അടിയുടെ സിമ്പൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഉദ്യോഗസ്ഥൻ പറയുന്നു, ട്രിവാൻഡ്രം ആസ് എ ഏവിയേഷൻ എയറോനോട്ടിക് ഇൻഡസ്ട്രി ഹബ് ഗിവൺ സർട്ടൻ ലൊക്കേഷൻ അഡ്വാൻറ്റേജസ്. എന്തുകൊണ്ടാണ്? ഈ നഗരത്തിന് മാത്രമുള്ള ചില ലൊക്കേഷൻ അഡ്വാൻറ്റേജസ് കാരണം ആ അഡ്വാൻറ്റേജസ് മറ്റു പലർക്കും ഇല്ല എന്നുള്ളത് അടിവരയിടണം. അങ്ങനെയുള്ള ഈ തലസ്ഥാന നഗരിയെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കാൻ തുടർന്ന് പറയുന്നുണ്ട്. MRO എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓവർഹോളിംഗ് എല്ലാം കൂടി ചേരുന്നതാണ് MRO. ഇഫ് ദിസ് ഫെസിലിറ്റി ബിക്കംസ് ഫുള്ളി ഓപ്പറേഷണൽ, all aircrafts of Air India Express will be maintained here. Even third-party aircrafts, both foreign and Indian, can be maintained. എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ? 2012 2025 13 വർഷം പിന്നിട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ വിമാനങ്ങളും വിദേശ വിമാനങ്ങളും മെയിൻ്റനൻസ് നടത്താൻ പറ്റുന്ന ഒരു MRO ആയി തലസ്ഥാനത്തെ MRO വികസിപ്പിക്കാൻ കഴിയും. ഇനി എയറോനോട്ടിക്കൽ ഹബ്, താങ്ക്സ് ടു ദി യുണീക് ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ദി ട്രിവാൻഡ്രം എയർപോർട്ട്. കേട്ടല്ലോ, ഒന്നുകൂടെ കേൾക്കണം. യുണീക് ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ദി ട്രിവാൻഡ്രം എയർപോർട്ട് ആൻഡ് ദി നെയ്ബറിംഗ് ഫെസിലിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എയർപോർട്ട് ആൻഡ് ഇറ്റ്സ് വിസിനിറ്റി ഹാസ് എ പൊട്ടൻഷ്യൽ for being connected into an aeronautical hub. എന്തൊക്കെയാണ് സ്ഥാപനങ്ങൾ? MRO, എയർ ഇന്ത്യയുടെ MRO ഉണ്ട്, ബ്രഹ്മോസ് ഉണ്ട്, VSSC ഉണ്ട്, ടെക്നോ പാർക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ഉണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട്, രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമി ഉണ്ട്. ഇത്രയും സ്ഥാപനങ്ങൾ കൂടിച്ചേരുന്ന ഈ പ്രദേശം ഒന്നാം തരം ഒരു എയറോനോട്ടിക്കൽ ഹബ്ബാക്കി മാറ്റുവാൻ കഴിയുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിനോട് പറയുന്നു. MRO, other high cost works like refurbishing of aircrafts, rethreading of aircraft's tires, etc. can also come up nearly. MROയുടെ പരിസരത്ത് വിമാനങ്ങളുടെ റിഫർബിഷിംഗ്, റീത്രെഡിംഗ് ഓഫ് എയർക്രാഫ്റ്റ്സ് ടയേഴ്സ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കഴിഞ്ഞ 13 വർഷം ഇവിടെ ഭരിച്ചവർ UDF LDF അടക്കമുള്ളവർ ഭരിച്ചിട്ട് ഈ പറയുന്ന കേന്ദ്രം മുന്നോട്ട് വെച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാർ മുന്നോട്ട് വെച്ച ഈ കാര്യങ്ങൾ തലസ്ഥാനത്ത് നടപ്പാക്കുവാൻ ആർക്കെങ്കിലും കഴിഞ്ഞു? വൈസ് ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഒപ്പീനിയൻ ദാറ്റ് ദി ഐഡിയ ഓഫ് എയറോനോട്ടിക്കൽ ഹബ് ഇസ് വർത്ത് എക്സ്പ്ലോറിംഗ് ഫർദർ ആൻഡ് ദാറ്റ് ദി കൺസ്ട്രക്റ്റീവ് കോഓപ്പറേഷൻ ഫ്രം ദി ഗവൺമെന്റ് ഓഫ് കേരള ഈസ് അഷ്വേർഡ്. 2012 അഷ്വേർഡ്, 13 വർഷം പാഴായി. മെമ്പർ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, പേരുകളൊക്കെ താല്പര്യമുള്ള പ്രേക്ഷകർ കണ്ടുപിടിച്ചെടുത്തോളണം. മെമ്പർ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, while welcoming the suggestions, pointed out that a few locations like Worli Industrial Estate, any non-profit making industrial units outside the airport can be utilized for commencing production of aviation related products. മനസ്സിലാവുന്നുണ്ടല്ലോ? വേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പരിസരത്തുള്ള അതുപോലുള്ള സ്ഥാപനങ്ങൾ വഴി ഏവിയേഷൻ റിലേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ തുടങ്ങാം. സെയിലിംഗ് കമ്പനിയുടെ ഒരു സുഹൃത്ത് പ്രേക്ഷകൻ എപ്പോഴും ചോദിക്കും, കപ്പലുകളുടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടത്താൻ സാധ്യതയുണ്ടോ? ഞാൻ വേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു യൂണിറ്റ് എടുത്ത് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. ഇവിടെ 13 വർഷം മുമ്പ് ഏവിയേഷൻ ഹബ്ബും തുടർ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് കേന്ദ്രം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എയർപോർട്ട് ഡയറക്ടർ പറയുകയാണ്, the requisition for the land acquisition has been pending with state government for a while now. 2012 പറയുന്നു കുറെ കാലമായിട്ട് ലാൻഡ് അക്വിസിഷൻ പെൻഡിങ്ങിൽ കിടക്കുന്നു. അപ്പൊ ഇപ്പോ 13+ ആ വർഷങ്ങൾ അടക്കം. And urgent and expedient action is called for on the part of the state government. വളരെ അടിയന്തരമായി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ട് ലാൻഡ് അക്വിസിഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി തരണം. To acquire and hand over the land to Airport Authority of India. ലാൻഡ് എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 13+ 2012 മുന്നിലുള്ള
എത്ര വർഷമാണോ അത്രയും മുഴുവൻ പാഴായിപ്പോയി. അടുത്തത് വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡിന്റെ കൺക്ലൂഷനാണ്. expressed his support for all the proposals discussed in the meeting, and he said he would take an expedient view in the matter to see that the futuristic proposals as discussed would get his full-fledged support. അടിയണ സിമ്പൽ. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ മുഖ്യമന്ത്രിക്ക് തൊട്ട് താഴെയാണ്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. എല്ലാ പിന്തുണയും നൽകാമെന്ന് 2012 പറഞ്ഞിട്ടും 18 ഏക്കർ സ്ഥലം പോലും എയർപോർട്ടിന് ഏറ്റെടുത്തു കൊടുക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. 10-20 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്താണ് കാര്യമെന്ന് മനസ്സിലായല്ലോ. യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? The meeting ended with the hope that the proposals put forth in the discussion would get a shot in the arm. വലിയ വാചകങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. Shot in the arm if the expected collaborative approach between the Civil Aviation Ministry, Airport Authority of India and the state government is taking the right direction. കേന്ദ്ര സിവിൽ ഏവിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് വന്ന എല്ലാ സഹകരണവും ഞങ്ങൾ തരുന്നു, തലസ്ഥാനത്തെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പിന്നെ അവരുടെ ഭാഗത്ത് നിസ്സഹകരണം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിസ്സഹകരിച്ചത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്, പ്രതി സംസ്ഥാന സർക്കാരാണ്. LDF ഗവൺമെന്റ് അല്ല, UDF ഗവൺമെന്റാണ്. UDF ഗവൺമെന്റ് ചെയ്യാതെ വന്നപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് LDF ഗവൺമെന്റും അതേ ട്രാക്ക് സ്വീകരിച്ചു. തുടക്കത്തിൽ എന്താണ് പ്രേക്ഷകൻ പറഞ്ഞത്? സതീഷ് കുമാർ തലസ്ഥാന പ്രാദേശികവാദിയാണ്. പലരും പറഞ്ഞിട്ടുണ്ട് അവതാരകൻ തലസ്ഥാനത്തിന്റെ പ്രാദേശികവാദിയാണെന്ന്. യാതൊരു സംശയവുമില്ല, തികഞ്ഞ പ്രാദേശികവാദിയാണ്. തലസ്ഥാനം രക്ഷപ്പെടുന്നതിലൂടെ സംസ്ഥാനം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം, രാജ്യം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലൊരു പ്രോജക്റ്റ് അല്ലാതെ വേറൊരു മാർഗം ഇന്ന് രാജ്യത്തിനില്ല, സംസ്ഥാനത്തിനില്ല. സംസ്ഥാനത്തിന്റെ രക്ഷ, രാജ്യത്തിന്റെ രക്ഷ നമ്മുടെ ട്രിവാൻഡ്രം പോർട്ട് വഴിയാണ് എന്ന് 101% ആണയിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടിയുള്ള ശക്തമായ നിലപാട് തന്നെയായിരിക്കും സെയിലിംഗ് കമന്ററിക്കകത്തും പുറത്തും ഇനിയുള്ള നാളുകളിൽ സ്വീകരിക്കുക.